ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? കസിന് കുട്ടിയുണ്ടായേ. അപ്പം ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതൊന്നും വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ടെറസൊക്കെ തൂത്തിറങ്ങിയതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് കേട്ടോ. മൊത്തം കൊതുകടിച്ചൊരു പരുവാക്കി. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള പ്ലാനിലായിരുന്നു. റിസൂട്ടിനെ അറിയിച്ചില്ല കേട്ടോ. അവളൊട്ടും അറിഞ്ഞുമില്ല. പനിയൊക്കെ കാരണം അവൾ കുറേ ക്ലാസ്സൊക്കെ മിസ്സാക്കിയ കാരണം അവളെ പള്ളിയിലും ട്യൂഷനൊക്കെ വിട്ടിട്ടാണ് പോയത്. സ്റ്റിൽ ഈ ദിവസം വരെ അവൾ വിചാരിച്ചേക്കുന്നത് ഞാൻ പോയിട്ടില്ല എന്നാണ് കേട്ടോ. കപ്പലണ്ടി കണ്ടാൽ അപ്പോൾ തന്നെ വാങ്ങണമേ. അത് കാഴ്ചയിൽ എന്തോ പോലെയാണ്. ആ ചൂട് കപ്പലണ്ടിയുടെ മണം ഇങ്ങനെ അടിച്ച് കഴിയുമ്പം എനിക്ക് കഴിച്ചില്ല എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. പ്രൈവറ്റ് റൂമിലായിരുന്നേ. അപ്പം ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു. അപ്പോൾ ഈ ബലൂണൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഈ റൂം തന്നെയാണെന്ന് കേട്ടോ. ബേബി ഗേൾ ആയിരുന്നേ. പ്രൈവസി മാറ്റേഴ്സൊക്കെ കൊണ്ട് അവരുടെ ഫേസോ കുഞ്ഞിൻ്റെ ഫേസോ ഒന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. കുഞ്ഞിനെ എനിക്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരെ എടുക്കാൻ ഞാൻ വെളിയിൽ നിന്ന് കൊഞ്ചിക്കലേ ഉള്ളൂ. എനിക്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെ കുറേ നേരം അവിടെ കുഞ്ഞിനെയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അവളുടെ കുട്ടിക്ക് ഇവിടെ ഒരു പാർക്കുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കുഞ്ഞിന് നല്ല വശമായതുകൊണ്ട് അവൾ സ്പീഡിൽ ഓടിയാണ് അങ്ങോട്ട് പോയത് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള കഫേയാണ് കേട്ടോ. അപ്പം ഓൾറെഡി നമ്മുടെ ഈ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ഒരുപാട് മരങ്ങളും ഒക്കെ നല്ല ഭംഗിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നിറച്ചു മരങ്ങളും നല്ല രസമായിരുന്നു കേട്ടോ ആ വ്യൂ കാണാൻ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ അറിയുന്നത് ഇവിടെ ഇങ്ങനൊരു കഫേ ഉണ്ട്. ഓൾറെഡി ഫസ്റ്റ് ഫ്ലോറിൽ കഫേ ഉണ്ട്, ക്യാൻറ്റീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഇവിടെ നമുക്ക് കുറേ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ആംബിയൻസ് ആണ്. നമുക്ക് അവിടെ ഇരുന്ന് കഫേയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി ഇവിടെ ഇരുന്ന് കഴിക്കാനും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ഒക്കെ നല്ല ഏരിയ ആണ് കേട്ടോ. കുഞ്ഞ് നല്ല കളിയായിരുന്നു, അവിടെ എല്ലാം ഓടി നടന്ന് നല്ല കളിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇത് റിസൂട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും കൂടി ഇവിടെ പൊളിച്ച് അടിക്കണേന്ന് വിചാരിച്ചു കേട്ടോ. രണ്ടും ഭയങ്കര കൂട്ടാണേ. പിന്നെ തിരികെ വന്നപ്പോൾ പുള്ളിക്കാരി തനിയെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. അങ്ങനെ റൂമിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് റിസാപ്പിയുടെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരിക്ക് ചിലവൊന്നും ചെയ്തില്ല, മുട്ടായി ഒന്നും കൊടുത്തില്ല എന്ന് ഭയങ്കര പരാതിയായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ തിരികെ ഞാനും അമ്മയും എല്ലാവരും കൂടെയാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ. അങ്ങനെ വന്നിട്ട് ഇവിടുന്ന് പുള്ളിക്കാരി കുറേ നേരം ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് ഒരു പേസ്ട്രി എടുത്തു കേട്ടോ. അങ്ങനെ അവളെ റൂമിൽ തിരിച്ചാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പ്രിപ്പറേഷനായി കേട്ടോ. ഇറങ്ങിയപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു. റിസൂട്ടൻ അറിയാനും പാടില്ലാത്തതുകൊണ്ട് തന്നെ അവളെ വിളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ എത്തുകയും ചെയ്യണമായിരുന്നേ. അങ്ങനെ ടൈമിനെത്തി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കേട്ടോ. ഞാൻ പിന്നെ ആ ഇട്ട ഡ്രസ്സോടെ തന്നെ അവളെ പോയി വിളിച്ച്. ഞാനായ കുഴപ്പമില്ല, അമ്മയും കൂടെ ഒരുങ്ങി ഇത് കണ്ടാൽ പിന്നെ കഴിഞ്ഞു, ഇവിടെ ആകെ പ്രശ്നമാവും. അമ്മ സാരിയൊക്കെ എടുത്ത് മാറ്റി വെളിയിലൊക്കെ കൊണ്ടിട്ടേക്കുമായിരുന്നേ. പിന്നെ രാത്രിയായി. എന്തോ എനിക്ക് ചോറ് തിന്നാൻ തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് പുട്ടിൻ്റെ കൂടെ പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. പപ്പടവും പാളയന്തോടും പഴമൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. രാത്രി അല്ലെങ്കിലും എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, തേങ്ങയും പഞ്ചസാരയും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് റെഡിയാക്കി കേട്ടോ. കുഞ്ഞിനെ ഇനി വീട്ടിൽ വരുമ്പോൾ റിസാനെ കൊണ്ട് കാണിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കളിപ്പിക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. റിസാനെ പണ്ട് മുതലേ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോയി എങ്ങും ഇപ്പോൾ അവളില്ലാതെ പോകാനേ പറ്റില്ല. ഒരു സാധനം വാങ്ങാൻ വരെ അവളെ കൊണ്ടുപോയില്ല, ഇവിടെ പ്രശ്നമാണേ. അങ്ങനെ നല്ല വഷളായിപ്പോയി കേട്ടോ ആൾ. പള്ളിയിലും ട്യൂഷനും സ്കൂളിലും ഒക്കെ പലപ്പോഴും സ്കൂളിൽ വരെ വിടാതെ അവളെ പലയിടത്തും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഉഴപ്പായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് വീട്ടിൽ വരുമ്പോൾ കൊണ്ട് കാണിക്കാം, ഇപ്പം സാരമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ പോയത് കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ റെഡിയായി കേട്ടോ. നല്ല ചൂട് പുട്ടും പഞ്ചസാരയും തേങ്ങയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.